ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ മലയാളികൾക്ക് എല്ലാവരും അഭിമാനമായൊരു നിമിഷമാണ്. നമ്മുടെ മമ്മൂക്കയ്ക്ക് അങ്ങനെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് മമ്മൂക്ക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ കിടക്കാം. അപ്പോൾ ഇത് തുടർന്ന് നമ്മുടെ ഓം എന്ന ചിത്രത്തിൽ ഇതേ കാണുന്ന മമ്മൂക്കയുടെ ചെറിയ ഐ മാത്രം കാണാവുന്ന രീതിയിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പത്മഭൂഷൻ്റെ ഒരു കൺഗ്രാജുലേഷൻ പോലത്തെ ഉള്ളൊരു പോസ്റ്ററാണ്. എന്തായാലും ഷൂട്ടിംഗ് മമ്മൂക്കയുടെ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ തലൈവർ 173 എന്ന ചിത്രത്തിന് ഒരു ടൈറ്റിൽ വന്നിരിക്കുകയാണ്. ധർമ്മൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ അശ്വന്ത് മാരിമുത്താണ്. മ്യൂസിക്കിൽ നമ്മുടെ അനിരുദ്ധാണ്. നമ്മുടെ രജനികാന്ത് ഒരു ഡോക്ടർ വേഷത്തിലാണ് പൊങ്കൽ റിലീസായിട്ട് എത്തുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മുടെ ആര്യ എന്ന അല്ലു അർജുൻ ചിത്രം അങ്ങനെ വീണ്ടും റിലീസിന് വരികയാണ്. വരുന്ന ജൂലൈ 24 അപ്പോൾ തന്നെ നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാർത്തിയുടെ ഏറെ പ്രതീക്ഷ ഉള്ളൊരു ചിത്രമാണല്ലോ സർദാർ 2. അപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് തീയതി അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 10 ചിത്രം തിയേറ്ററിലെത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ മറ്റ് അപ്ഡേറ്റ്സിനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റമാണല്ലോ തുടക്കം എന്ന മൂവിയിലൂടെ. അപ്പോൾ ചിത്രം ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്ന ഒരു പുതിയ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. എന്തായാലും ചിത്രം ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. ബാഹുബലിയുടെ എപ്പിക് എന്ന ചിത്രം കണ്ടവർക്ക് ഈ ഒരു പോസ്റ്റർ എന്തായാലും മനസ്സിലായിരിക്കും. സിനിമയിൽ ചെറിയൊരു ആനിമേഷൻ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതൊരു ബിഗ്ഗർ സ്കെയിലിൽ വരുന്നത് ഇത് എറ്റേണൽ വാർ എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ഒരു ആനിമേഷൻ ചിത്രം നമ്മുടെ ഒരു ആനിമേഷൻ ഫെസ്റ്റിവലിലായിരിക്കും ആദ്യം ഇറക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ജൂലൈ 9 നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഐ നോബഡി റിലീസ് ചെയ്തതാണല്ലോ. അപ്പോൾ ചിത്രത്തിൻ്റെ ആന്തം ഓഫ് നോബഡി എന്ന ഒരു ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കേൾക്കാത്തവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. ഈ വരുന്ന ജൂലൈ 3 ഒരു പടം ഇറങ്ങുന്നുണ്ട്. ഗ്രാനി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ KPSC ലീലയും പിന്നെ ശിവരാജൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളുടെ എത്തുന്നത്. അപ്പോൾ ചിത്രം നമ്മുടെ അനന്തരാമൻ അജയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തൊരു OTT അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ റിവോൾവർ റിംഗോ എന്ന ചിത്രം ഈ വരുന്ന 26 ഈ മാസം നമ്മുടെ സൺ നെക്സ്റ്റ് കൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.